അമേരിക്കയുടെ പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുകയാണ്. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ലെന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ആയിരിക്കുമെന്നും മന്ത്രാലയം നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ജനുവരി 20-നാണ് അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് ട്രംപ് അധികാരമേൽക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്യാഡംബരത്തോടെയായിരിക്കും ട്രംപ് അധികാരമേൽക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. ട്രംപിന്റെ രണ്ടാം സ്ഥാനാരോഹണ ചടങ്ങിൽ ലോക നേതാക്കളുടെ നീണ്ട നിര തന്നെയായിരിക്കും ഉൾപ്പെടുക. ഇതുവരെ ക്ഷണിച്ച വിശിഷ്ടാതിഥികളുടെ പട്ടിക സംബന്ധിച്ച റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നതനുസരിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ പേരാണ് ഏവരെയും ഞെട്ടിപ്പിച്ചത്. ജനുവരി 20-ന് അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 12 മണിയോടെയായിരിക്കും ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് വാഷിംഗ്ടൺ DC US ക്യാപിറ്റോളിൽ തുടങ്ങുന്നത്. മാത്രമല്ല, അമേരിക്കയുമായി പലപ്പോഴും സംഘർഷങ്ങളിൽ ഏർപ്പെടാനുള്ള ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ചൈനീസ് പ്രസിഡന്റിനെ ട്രംപ് തന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതായും അദ്ദേഹം അത് അംഗീകരിച്ചേക്കുമെന്ന സൂചനയുള്ള തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളികളിൽ ഒരാളായ കമ്മ്യൂണിസ്റ്റ് നേതാവിന് നൽകിയ അസാധാരണവും അപൂർവമായ ഓഫറായിട്ടാണ് ഈ ക്ഷണമെന്ന വിലയിരുത്തലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവ് എത്തിയാൽ അതൊരു ചരിത്ര സംഭവമായിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സ്ഥിരീകരണമാവുകയും ചെയ്യും. എന്നാൽ ഡൊണാൾഡ് ട്രംപിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറുന്ന ചടങ്ങിൽ ഉറപ്പായും പങ്കെടുക്കുമെന്ന് ജോ ബൈഡൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ പ്രസിഡന്റ് ചിട്ടയോടെ അധികാര കൈമാറ്റം ഉറപ്പാക്കണമെന്ന അമേരിക്കയിലെ പരമ്പരാഗത ശൈലി 2020-ൽ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് തെറ്റിക്കുകയുണ്ടായി. നിയുക്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡന് അധികാരം കൈമാറാതിരുന്ന ട്രംപിന്റെ നടപടി വലിയ വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കുമൊക്കെയാണ് വഴിതെളിച്ചിരുന്നത്. വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഇത് ഉയർത്തുകയും ചെയ്തിരുന്നു. അവസാനം 2021 ജനുവരി 6-ലെ ക്യാപിറ്റോൾ കലാപത്തിന് വരെ കാരണമായി തീർന്നു ട്രംപ് അധികാര കൈമാറ്റത്തിന് മടി കാണിച്ചിരുന്നത്. എന്നാൽ ട്രംപ് ചെയ്തതുപോലെ ഈ പ്രാവശ്യം താൻ ചെയ്യില്ലെന്ന് ബൈഡൻ ആദ്യം തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു. പ്രസിഡന്റ് ബൈഡൻ മാത്രമല്ല, നിലവിലെ പ്രഥമ വനിത ജിൽ ബൈഡനും ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് വൈറ്റ് ഹൗസ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്.